അസ്സലാമു അലൈക്കും. അപ്പം നമുക്ക് ഇന്ന് പഠിക്കാനുള്ള അക്ഷരം ഘ എന്ന അക്ഷരവും ഓ എന്ന ചിഹ്നവും. ഏതാണ്? ഘ എന്ന അക്ഷരവും ഓ എന്ന ചിഹ്നവും. ഇവിടെ രണ്ട് ചിഹ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അല്ലേ? ഈ രണ്ട് ചിഹ്നങ്ങൾ ഒരു അക്ഷരത്തിന്റെ അപ്പുറവും ഇപ്പുറവും വന്നാൽ, ഇപ്പം നമുക്ക് ഉദാഹരണത്തിന് ഘ എന്ന അക്ഷരം തന്നെ എടുക്കാം. ഇത് നോക്കിക്കേ, ഘ എന്ന അക്ഷരത്തിന്റെ ഇപ്പുറം ഏ ചിഹ്നവും അപ്പുറം ആ എന്ന ഈ ചിഹ്നവും വന്നാൽ എന്ത് വായിക്കും? ഘോ എന്ന് വായിക്കും. എന്താ വായിക്കുക? ഘോ. അപ്പൊ ഈ രണ്ട് ചിഹ്നവും അപ്പുറം ഇപ്പുറം വന്നാലാണ് ഘോ എന്ന് വായിക്കുക. അപ്പൊ അതേസമയം ഇങ്ങോട്ട് നോക്കൂ, ഇപ്പൊ എന്താ വായിക്കുക? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ച ആ ചിഹ്നാണിത്. അപ്പൊ എന്താ നമ്മൾ വായിക്കുക? ഘാ എന്ന് വായിക്കും അല്ലേ? ഈ ചിഹ്നത്തിന് പറയുന്ന പേരാണ് ഏ ചിഹ്നം. എന്താണ്? ഏ ചിഹ്നം. ഗേ എന്ന് വായിക്കും കേട്ടോ. അത് നമ്മൾ ഡീറ്റെയിൽ ആയി പഠിക്കും കേട്ടോ. എങ്ങനെയാണ് ഗേ എന്ന് നീട്ടി പറയണം. ചില പേരൻസ് വിചാരിക്കുന്നുണ്ടാവും, എന്താ ചിഹ്നങ്ങൾ ഓർഡറിലല്ലല്ലോ പോകുന്നത്, പക്ഷേ അക്ഷരങ്ങളൊക്കെ നമ്മൾ ആ വ്യഞ്ജനാക്ഷരങ്ങൾ ഓർഡറിലാണ് പോകുന്നത്. അപ്പോൾ ഈ ചിഹ്നങ്ങൾ അങ്ങനെ നമുക്ക് ഓർഡറിൽ പോകാൻ കഴിയൂല. അങ്ങനെ ചിഹ്നങ്ങൾ ഓർഡറിൽ പോവാൻ കഴിയൂല എന്ന് പറയാൻ കാരണം, ഇനി നമുക്ക് എടുക്കാനുള്ള ചിഹ്നം ഈ ചിഹ്നമാണ്, ഊ ചിഹ്നമാണ്. അപ്പോൾ നമുക്ക് ഈ ഘൂ എന്നാണ് വായിക്കല്ലേ. അപ്പോൾ ഈ ഘൂ വെച്ചിട്ട് നമുക്ക് വാക്കുകൾ ഉണ്ടാവൂല. അപ്പം വാക്കുകൾ ഉണ്ടാവുന്ന ചിഹ്നങ്ങളാണ് ഞാൻ എടുക്കുന്നത്. അതുപോലെ ആ അക്ഷരങ്ങൾ, ആ വ്യഞ്ജനാക്ഷരങ്ങൾ ആ ഓർഡറിൽ കിട്ടും വേണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ക്ലാസ് ഇങ്ങനെ പോകുന്നത്. ഇത് ഞാൻ രക്ഷിതാക്കളോടാണ് പറയുന്നത്, കുട്ടികളോടല്ല. അപ്പം നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അക്ഷരങ്ങൾ ഒന്ന് ഓർഡറിൽ വെച്ച് നോക്കാം. ഇതേതാണ് അക്ഷരം? ക എന്ന അക്ഷരം. അടുത്തത് ഘ എന്ന അക്ഷരം. അടുത്തത് ഘ എന്ന അക്ഷരം. ഇത്രയും അക്ഷരങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ക, ഘ, ഖ. ഇന്ന് നമ്മൾ അതേപോലെ പഠിക്കാനുള്ള അക്ഷരമാണ് ഇത്, ഘ. കാക്ക ഘ ഖ. കാക്ക ഘ ഖ. ക എന്ന അക്ഷരത്തിന് ഈ രണ്ട് ചിഹ്നം വെച്ച് കൊടുത്താൽ എന്താ വായിക്കുക? കോ എന്ന് വായിക്കും. എന്താണ്? കോ. അതുപോലെ ഘ എന്ന അക്ഷരത്തിന് ഇത് വെച്ചാലോ എന്ത് വായിക്കും? ഘോ എന്ന് വായിക്കും അല്ലേ? ഘോ. അതുപോലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഈ ഘ എന്ന അക്ഷരം വെച്ച് കൊടുത്താൽ ഘോ എന്ന് വായിക്കും അല്ലേ? ഇനി നമുക്ക് ഇന്ന് പഠിക്കാനുള്ള അക്ഷരമാണ് ഇത്. എന്താണ്? ഘോ. എന്താണ്? ഘോ. ക എന്ന അക്ഷരം ഉച്ചരിക്കുമ്പോൾ മാത്രമേ ഒരു വ്യത്യാസം നമുക്ക് കാണുന്നുള്ളൂ. പക്ഷെ മറ്റുള്ള ഘായും ഈ ഘായും ഈ ഘായൊക്കെ ഉച്ചരിക്കുമ്പോൾ വലിയ വ്യത്യാസമില്ല കേട്ടോ. ഉച്ചാരണത്തിന് വലിയ വ്യത്യാസം നമുക്ക് കാണാൻ കഴിയൂല. അപ്പം നമുക്ക് ഇനി ഘോ എന്ന അക്ഷരം വെച്ചിട്ട് വാക്കുകൾ ഉണ്ടാക്കി നോക്കാം. 3 വാക്കുകൾ മാത്രമേ വരുന്നുള്ളൂ ഘോ വെച്ചിട്ട് കേട്ടോ. പിന്നെ ഈ ചിഹ്നം ഇല്ലാതെ നമ്മൾ മുമ്പ് പഠിച്ച ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളാണ് വരുന്നത് കേട്ടോ. ഇപ്പം ഘോ എന്ന് വായിക്കൂലേ. ഇനി ഇവിടെ ഒരു രാ എന്ന അക്ഷരവും എന്ന അക്ഷരവും വെച്ചാൽ എന്താ വായിക്കുക? ഘോരം. എന്താ വായിക്കുക? ഘോരം. ഘോ എന്ന് വായിക്കൂലേ. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിൽ ഒരു ആ എന്ന അക്ഷരം വെച്ച് കൊടുക്കാം. ഇപ്പം എന്താ വായിക്കുക? ആഘോ എന്നായില്ലേ. എന്താണ്? ആഘോ. നിങ്ങൾക്ക് ഇനി അടുത്ത അക്ഷരം ഏതാണെന്നറിയോ? ഏതാണ്? ആഘോഷം. ഏതാണ്? ആഘോഷം. എന്താ വായിക്കുക? ആഘോഷം. കണ്ടോ? ഘോ എന്ന് പറയുമ്പോൾ ഒരു ഓ എന്ന ശബ്ദം വരുന്നില്ലേ? ഓ എന്ന ശബ്ദം വരണം കേട്ടോ. ഈ രണ്ട് ചിഹ്നങ്ങളും ചേരുമ്പോൾ അത് നടുവിലായിരിക്കും അക്ഷരം ഉണ്ടാവുക. അപ്പൊ എന്താ? ഘോ എന്ന് വായിക്കണം. ആഘോഷം. എന്താ വായിക്കുക? ആഘോഷം. എന്താ വായിക്കുക? ഘോ. ഷ
യാ. ഇപ്പം എന്താ വായിക്കുക? ഘോഷയാ. അടുത്തത് ഇത് വ്യഞ്ജന ചിഹ്നമായ റ എന്ന ചിഹ്നമാണ് കേട്ടോ. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയി പഠിക്കും. ഇപ്പം നമുക്ക് ഇതിലേക്ക് ആവശ്യം വന്നതുകൊണ്ട് എടുത്തതാണ് ഈ ചിഹ്നം കേട്ടോ. ഏതാണ്? റ എന്ന ചിഹ്നം. ഇപ്പോൾ ഘോഷയാ എന്നായി. അടുത്തത് എന്തായിരിക്കും? ത്ര എന്നായിരിക്കും അല്ലേ. അപ്പോൾ ഈ റ എന്ന ഈ ചിഹ്നം വെക്കുക. പിന്നെ നമ്മളൊരു ത എന്ന അക്ഷരം വെച്ചാൽ എന്തായി? ഘോഷയാത്ര. എന്താ വായിക്കുക? ഘോഷയാത്ര. ഘോഷയാത്ര. ഇനി നമുക്ക് ഈ ചിഹ്നത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഈ ചിഹ്നം വരുന്ന 3 വാക്കുകൾ നമ്മളിപ്പോൾ പഠിച്ചു അല്ലേ. ഇനി നമ്മൾ മുമ്പ് പഠിച്ച ഒരുപാട് ചിഹ്നങ്ങളുണ്ടല്ലോ, അതും ഈ അക്ഷരവും ഘ എന്ന അക്ഷരവും വെച്ചിട്ട് വാക്കുകൾ ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഇങ്ങോട്ട് നോക്കിക്കേ, ഇതേതാണ് അക്ഷരം? സ എന്ന അക്ഷരം. അതിന് എന്ന ചിഹ്നത്താൽ സം എന്ന് വായിക്കും. ഘ എന്ന അക്ഷരം, വീണ്ടും ഞാൻ ഈ എന്ന ചിഹ്നം ഘ എന്ന അക്ഷരത്തിന് മുമ്പിലിട്ടു. ഇപ്പം എന്താ വായിക്കുക? സംഘം. എന്താ വായിക്കുക? സംഘം. എന്താ വായിക്കുക? സംഘം. ഇങ്ങോട്ട് നോക്കിക്കേ, ഇപ്പം ഇതെന്തായി? സംഘ എന്നായില്ലേ. അവിടെ ഒരു എന്ന ചില്ലക്ഷരം ഇട്ട് കൊടുത്തു. ഇതേതാണ്? എന്ന ചില്ലക്ഷരം. പിന്നെ ഷ, സംഘർഷ, പിന്നെ എന്ന ചിഹ്നം. ഇപ്പം എന്താ വായിക്കുക? സംഘർഷം. എന്താ വായിക്കുക? സംഘർഷം. ഘ എന്ന അക്ഷരം തനിച്ചായില്ലേ. ഇതെന്താണ്? ഘ. ഇത് ഡ എന്ന അക്ഷരം. ഏതാണ്? ഡ എന്ന അക്ഷരം. ഇത് എന്ന ചിഹ്നം. ഇപ്പം എന്താ വായിക്കുക? ഘടം എന്ന് വായിക്കും. എന്താണ്? ഘടം. എന്താണ്? ഘടം. ഇനി ഈ ഡ എന്ന അക്ഷരം ഞാൻ മാറ്റിയിട്ട് അവിടെ ഈ ട എന്ന അക്ഷരം വെച്ചാലോ എന്ത് വായിക്കും? ഘട്ടം എന്ന് വായിക്കും. എന്താണ്? ഘട്ടം. എന്താ വായിക്കുക? ഘട്ടം. ഇനി ഇങ്ങോട്ട് നോക്കിക്കേ, വീണ്ടും ഞാൻ ഡ എന്ന അക്ഷരം വെച്ചു. അപ്പം എന്താ വായിക്കുക? ഡ. ഘട. ഡ കഴിഞ്ഞിട്ട് ഞാ എന്ന അക്ഷരം വെച്ചു. ഇപ്പം എന്താ വായിക്കുക? ഘടന. എന്താണ്? ഘടന. എന്താണ്? ഘടന. ഇങ്ങോട്ട് നോക്കിക്കേ, ക എന്ന അക്ഷരം. ഇതേതാണ്? ക എന്ന അക്ഷരം. ഇപ്പം ഘടക എന്നായിട്ടോ. അപ്പം എന്ന ചിഹ്നം വെച്ചപ്പോൾ ഘടകം. ഘടകം. എന്താ വായിക്കുക? ഘടകം. ഇങ്ങോട്ട് നോക്കിക്കേ, ഞാൻ ഈ ക എന്ന അക്ഷരം എടുത്തു. നമുക്ക് ക വേണം കേട്ടോ, അത് പക്ഷേ ഇപ്പോഴല്ല. ഈ എന്ന ചിഹ്നം വെച്ചു. ഇപ്പം എന്താ വായിക്കുക? ഘടി എന്നായി. ക ആവശ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ക ഇവിടെയാണ് ആവശ്യം കേട്ടോ. ഘടി ക എന്നായി. ഇനി നമുക്ക് ക എന്നാക്കണമെങ്കിൽ എന്താ വേണം? ഘടി ക എന്നായി. ഇനി ര എന്ന അക്ഷരവും എന്ന ചിഹ്നവും വെക്കുക. അപ്പം എന്ത് വായിക്കും? ഒന്ന് വായിച്ചേ, ഘടികാരം. ഒന്നും കൂടി വായിച്ചേ, ഘടികാരം. ഇങ്ങോട്ട് നോക്കിക്കേ, ഇതേതാണ് അക്ഷരം? ല എന്ന അക്ഷരം. ല എന്ന അക്ഷരത്തിന് എന്ന ചിഹ്നിട്ടപ്പോ ലം എന്നായിട്ടോ. ഘ, ലംഘ, ലംഘനം. ഇപ്പം എന്താ വായിക്കുക? ലംഘനം. ലംഘനം. ഇങ്ങോട്ട് നോക്കിക്കേ, ഇതേതാണ് അക്ഷരം? ദ എന്ന അക്ഷരം കേട്ടോ. ദ. ദ എന്ന അക്ഷരത്തിന് ഈ എന്ന ചിഹ്നിട്ടപ്പോൾ എന്താ വായിക്കുക? ദീ എന്ന് വായിക്കും. എന്താണ്? ദീ. ചില്ലക്ഷരമായ ദീർ ഘം. എന്താ വായിക്കുക? ദീർഘം. ഇതെന്താ വായിക്കുക? ദീർഘം. എന്താണ്? ദീർഘം. ഇത് ല എന്ന അക്ഷരം. ല എന്നാക്കണമെങ്കിൽ എന്ന ചിഹ്നിട്ട് കൊടുക്കുക. ഇപ്പം എന്താ വായിക്കുക? ലാ എന്ന് വായിക്കും. വീണ്ടും ഘ എന്ന അക്ഷരം വെച്ചു. ലാഘ. എന്താ വായിക്കുക? ലാഘ. അടുത്തത് വം എന്നാക്കണമെങ്കിൽ നമ്മൾ ഏതൊക്കെ അക്ഷരം വെച്ച് കൊടുക്കണം? വ എന്ന അക്ഷരവും എന്ന അക്ഷരവും. ലാഘവം. എന്താ വായിക്കുക? ലാഘവം. കണ്ടോ? നിന്റെ കൂടെ വായിച്ചേ, ലാഘവം.
ഇനി ആ വം എന്ന എന്ന ഈ ചിഹ്നവും ഞാൻ അക്ഷരവും ഇപ്പൊ എന്തായി? ആ എന്ന ലഘ ഈ എന്നായിട്ടോ. സ്വരചിഹ്നവും ഞാൻ എന്താണ്? എടുത്തു. ഇപ്പൊ എന്താ ലഘ. വായിക്ക? ലഘ എന്ന് വായിക്കും. എന്താ വായിക്ക? ലഘ. ഘ എന്ന അക്ഷരത്തിന് ശേഷം ഉ എന്ന ചിഹ്നം വെച്ചു. ലഘു. എന്ത് വായിക്കും? എന്താ ലഘു. വായിക്ക? ലഘു. ഇനി ഇങ്ങോട്ട് നോക്കിക്കേ, ഇതേതാണ് അക്ഷരം? ഉ എന്ന അക്ഷരം ല്ലേ? ഉ. സ. സാ എന്നാക്കാൻ ഒരു ചിഹ്നം ഇട്ടു. ഉസാ ഘ. ഇപ്പൊ എന്താ വായിക്ക? ഉസാഘ. എന്താണ്? ഉസാഘ. ഇത് കണ്ടോ? ഇത് ഏത് ചിഹ്നമാണ്? ഇതാണ് ഏ ചിഹ്നം ട്ടോ. എന്താണ്? ഏ ചിഹ്നം. നേരത്തെ നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു ചിഹ്നം കൂടി, ഏത് ചിഹ്നമാണ്? ആ എന്ന ചിഹ്നം ചേർത്തപ്പോഴാണ് നമ്മൾ എന്ത് വായിച്ചത്? ഓ എന്ന് വായിച്ചത് അല്ലേ? അപ്പോൾ ഈ ചിഹ്നം ഒറ്റക്കാണെങ്കിൽ ഏ എന്ന് വായിക്കും. എന്താണ്? ഏ. ഇനി ഈ ഏ എന്ന ചിഹ്നത്തിന് ശേഷം മ എന്ന അക്ഷരം വെച്ചാൽ എന്ത് വായിക്കും? മേ എന്ന് വായിക്കും. എന്താണ്? മേ. ഇനി ഘ എന്ന അക്ഷരവും എന്ന ചിഹ്നവും വെച്ചാൽ എന്ത് വായിക്കും? മേഘം എന്ന് വായിക്കും. എന്താണ്? മേഘം. ഇനി ഇങ്ങോട്ട് നോക്കിക്കേ, ഇതേതാണ് അക്ഷരം? ഘ അല്ലേ? അടുത്തത് മ. ഇപ്പൊ എന്താ വായിക്ക? ഘമ. എന്താ വായിക്ക? ഘമ. ഇനി അടുത്ത അക്ഷരം ന എന്ന അക്ഷരവും എന്ന ചിഹ്നം. അപ്പൊ നം എന്ന് വായിക്കൂട്ടോ. ഘമനം. എന്താ വായിക്ക? ഘമനം. എന്റെ കൂടെ ഒന്നും കൂടി പറഞ്ഞേ. ഘമനം. അപ്പൊ നമ്മൾ ഇന്ന് ഘ ഉപയോഗിച്ച് ഒരുപാട് വാക്കുകൾ പഠിച്ചു അല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് ഏത് ചിഹ്നമാണ് പഠിച്ചത്? ഓർമ്മയുണ്ടോ? ഓ ചിഹ്നം ല്ലേ? ഏതാണ്? ഓ ചിഹ്നം. ഘ എന്ന അക്ഷരത്തിന് ഇത് വെക്കുമ്പോൾ എന്ത് വായിക്കും? ഘോ എന്ന് വായിക്കൂലേ? അപ്പോ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാ ഇനി അടുത്ത ക്ലാസ്സിൽ പുതിയൊരു അക്ഷരവും പുതിയ ചിഹ്നങ്ങളുമായിട്ട് വരാട്ടോ. അപ്പോൾ ഈ ക്ലാസ് അതിൻ്റെ സിസ്റ്റമാറ്റിക്കായി നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മലയാളം ബേസിക് എഴുതാനും വായിക്കാനൊക്കെ കഴിയും. ഇനിയും ഒരുപാട് ചിഹ്നങ്ങൾ ചേർത്ത് ഒരുപാട് വാക്യങ്ങൾ നമുക്ക് ഉണ്ടാക്കി പഠിക്കാം ഇൻഷാ അല്ലാ. അപ്പോൾ ശരി, എല്ലാവർക്കും അസ്സലാമു അലൈക്കും.